നമസ്കാരം. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കണ്ട ഒരു ന്യൂസാണ്. ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു പയ്യൻ നാട്ടിലുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ആദ്യ രാത്രിയിൽ പെൺകുട്ടി ഒരു പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞ് മനം നൊന്ത് ആ പയ്യൻ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റ് തന്നെ ഇറ്റലിയിലേക്ക് തിരിച്ച് പറന്നു പോയെന്നൊക്കെ പറഞ്ഞ് ആ പെൺകൊച്ചിൻ്റെയും ചെറുക്കൻ്റെയും ഫോട്ടോ ഒക്കെ ഇട്ട് കുറേ ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ന്യൂസുകളും വന്നായിരുന്നു. രാവിലെ തന്നെ ഈ പറയുന്ന ഈ ന്യൂസ് പൊങ്ങിയ സമയത്ത് തന്നെ രാവിലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു. വേറെ ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് എങ്ങനെ വിശ്വസിച്ച് കിട്ടും, നമുക്കിനിയും കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തിരിച്ചറിയണമെന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റോടെ നടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. അപ്പോൾ നീ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. സത്യം പറഞ്ഞാൽ ഒരു നോർമൽ വേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ഇഷ്യൂ എന്ന് നമുക്ക് തോന്നുമെങ്കിലും എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മളൊരു ഇത്തരം കാര്യത്തിനൊരു വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് കരുതി ഞാൻ വീഡിയോ ചെയ്തില്ല. ചില ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ചോദിച്ച പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് വന്നത്. ശരിയാണ്, രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ തെറ്റ് പറഞ്ഞ ആ പെൺകുട്ടിയെ മോശമായിട്ട് പറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ തിരിച്ച് മാറ്റി പറഞ്ഞു ആ പയ്യൻ്റെ ഭാഗത്താണ് തെറ്റെന്ന്. ഞാനീ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഇത് ഇന്നും തുടങ്ങിയ സംഭവമൊന്നുമല്ല. പെൺകുട്ടികൾക്ക് മാത്രമല്ല പ്രശ്നം, ഈ ആൺകുട്ടികൾ പല ആൾക്കാരെല്ലാം പല മെൻറ്റാലിറ്റി വരുന്ന ആൾക്കാരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. എനിക്കറിയുന്നൊരു പെൺകുട്ടി